സിഎംഐ ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ വ്യവസായിയാണ്. സാധാരണ കാണാത്തൊരു രീതിയാണ്. സിഎം കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിലും അക്കാര്യം പറഞ്ഞു. സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇതൊരു മെസ്സേജ് ആണോ സിഎംഐ? അതല്ല ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എന്നുള്ളതാണോ? അതല്ല എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണ്. എന്താണ് മെസ്സേജ്? ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ? കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തയാള് അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിന്റെ വലുപ്പമോ സ്ഥാനത്തിന്റെ പ്രത്യേകതയോ ഒന്നും പരിഗണിക്കില്ല. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ്. അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അത് തന്നെയാണ് തുറന്നു പോവുക. Rahul Gandhi in Delhi today stated that they're fighting the BJP, the RSS, and the Indian state. And how do you, as a part of the India alliance, do you endorse this view that they're fighting? You please repeat the question. Rahul Gandhi has stated they're fighting the BJP, RSS, and the Indian state. As a part of the India alliance, do you endorse this view? ഈ താരതമ്യപ്പെടുന്നുണ്ടോ ഈ ഒരു വ്യൂ ആയിട്ട്? ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അത് വ്യക്തത കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദത്തിലേക്കാണല്ലോ. സമീപകാലത്തൊന്നും കേൾക്കാത്ത രീതിയിലാണ് അങ്ങനെ ഒരു വിഭാഗം ഹൈന്ദവ തീവ്രവാദികളുടെ കയ്യിലുള്ളവർ വരുന്നു. അതിനെ മറ്റൊരു മുസ്ലിം തീവ്രതയിലുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു തർക്കത്തിലേക്ക് പോകുന്നു. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിനും പോലീസിനും മാറേണ്ടി വരുന്നു. എന്താണ് സിഎമ്മിന് അതിലൊരു സ്റ്റാൻഡ്? വലിയ ചർച്ചയൊന്നും ചോദിക്കാം. അല്ല, അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ കോടതിയിലും അത് എത്തിയിട്ടുണ്ട്. കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. അത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ. അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണ്. നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ്. ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല.